എൻ്റെ പേര് സുമുഖൻ. ഇവിടെ ശ്രീനാരായണ പഞ്ചായത്തിൽ 2-ാം വാർഡിൽ കോച്ചാലി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഞാൻ ഒരു 10-15 വർഷത്തോളമായി കൃഷി ചെയ്യണ വരുന്നു. ഒരു 4-5 വർഷത്തോളമായി അത് കൃഷി ഇത്തിരി വിപുലമായ രീതിയിലാണ് ചെയ്യണത്. ഇവിടെ ഒരു കൃത്യത കൃഷി എന്നുള്ള ഒരു കൃഷി രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ എല്ലാ ചെടിക്കും കൃത്യമായിട്ട് വെള്ളവും വളവും നൽകിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയ കൃഷി രീതി ഉള്ള ഒരു രീതി കൂടി കൃഷി ചെയ്തേക്കണം. ഇപ്പം സീസൺ അനുസരിച്ച് എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ പൊട്ടുവെള്ളരിയുടെ സീസണാണ്. അപ്പോൾ പൊട്ടുവെള്ളരിയുടെ സീസൺ ആയതിൻ്റെ പേരിൽ ഇപ്പം 4 പ്ലോട്ടിൽ ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലത്തോളം ഇപ്പം പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടവേളയായിട്ട് തുടക്കത്തിൽ ചീര നൽകിയേക്കണം. അപ്പോൾ ചീര ഇപ്പം അത് പൊട്ടുവെള്ളരി ആവണക്കാട്ട് മുമ്പേ തന്നെ ചീര പറിച്ച് മാറ്റി ബാക്കി പൊട്ടുവെള്ളരിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഓണക്കാല പച്ചക്കറികളാണ് ചെയ്യുന്നത്. ഓണക്കാല പച്ചക്കറികളിൽ ഇപ്പോൾ എല്ലാത്തരം പച്ചക്കറികളും ചെയ്യും. പയർ, വെണ്ട, പാവൽ, വക ഐറ്റംസ് എല്ലാതും ചെയ്യും. ഇപ്പം നിലവിൽ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി കൂടാണ്ട് കുറച്ച് തണ്ണിമത്തൻ, കുറച്ച് പച്ചക്കറികൾ, പിന്നെ അവിടെ അപ്പുറത്തെ ഒരു പ്ലോട്ടിൽ 500 വാഴ ചെയ്തിട്ടുണ്ട്. വാഴ ഇപ്പോൾ എല്ലാതും കൊലച്ച് കൊണ്ടിരിക്കുന്നു. നേന്ത്ര ഇനത്തിൽപ്പെട്ടത്, റോബസ്റ്റ് ഇനത്തിൽപ്പെട്ടത്, ഞാലിപ്പൂവൻ, ഇങ്ങനെ 3 ഇനം വാഴകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് മഞ്ഞൾ, ഇഞ്ചി, റെഡ് ലേഡി, പപ്പായ, ഇത്രയും കൃഷിയാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ ഞാൻ KSEBിലാണ് വർക്ക് ചെയ്യുന്നത്. KSEBിൽ ലൈൻമാനായിട്ട് വർക്ക് ചെയ്യണതാണ്. ഒരുപാട് ഇങ്ങനെ തിരക്കുകളുടെ ഇടയിലും നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണക്കാട്ടി മുമ്പേ തന്നെയുള്ള പണികൾ ചെയ്യും. പിന്നെ ഒഴിവ് സമയങ്ങൾ നമുക്ക് അത് മുഴുവനും നമ്മളെ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. പിന്നെ എൻ്റെ വൈഫ് അമ്പിളി, പിന്നെ മക്കൾ ആഗ്രമോള്, ആർദ്രവ്, ഇവരൊക്കെ എൻ്റെ കൃഷിയിൽ എന്നെ സഹായിക്കും. കൂടെ എൻ്റെ ഭാര്യ, അച്ഛൻ ആണ് നമ്മളെ എപ്പോഴും നമുക്കൊപ്പം ഉണ്ട്. എല്ലാ തരം എൻ്റെ സഹായത്തിന് വേണ്ടിയും ആളുണ്ടാവാറുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും നമ്മളൊപ്പം സഹായത്തിന് എത്തുന്നുണ്ട്. എൻ്റെ എല്ലാ ഇനങ്ങളും എല്ലാ വിളകളും ഒക്കെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ എല്ലാ ആളുകളും സന്തോഷത്തോടെ നമ്മൾ വളരെ തൃപ്തികരമായിട്ട് ഒരു വിഷരഹിതമായിട്ട് ഉള്ള കൃഷി രീതി ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടത്. തണ്ണിമത്തൻ, ഇത് റെഡ് ആൻഡ് റോസ് ചീരയാണ്. ഇത് പൊട്ടുവെള്ളരിയാണ്. നമ്മളിവിടെ കക്കിരി എന്നാണ് ഇതിനെ പറയുക. ഇത് നേന്ത്രവാഴയുണ്ട്, റോബസ്റ്റ വാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്.
റെഡ് ആൻഡ് റോസ് എന്ന് പറഞ്ഞ ചീരയാണ്. നല്ലോണം ബ്രാഞ്ചുള്ള ഏറ്റവും ടേസ്റ്റുള്ള ഒരു ചീരയാണ് ഇത്. ഇതന്നെ അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. ഇത് പാൽ ചീര എന്ന് പറയും. അതിൻ്റെ പച്ചല് തണ്ട് വെള്ളയായിട്ടുള്ളൊരു ചീരയാണ്. ഇതും നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണ്. കൈപ്പയ്ക്ക, അതാണ് മാമൻ്റെ ഭാര്യയും മക്കളും. ഇത് വ്ളാത്താങ്കര എനിക്കിട്ടൊരു വ്ളാത്താങ്കര ചീര എന്ന് പറയും. ഇത് നമ്മൾ തിരുവനന്തപുരം വ്ളാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തെ ചീരയാണ്. ഇത് വളരെ നല്ലൊരു ചീരന്. ഇതിൻ്റെ പ്രത്യേകിച്ച് വളരെ പൂ വൈകി ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു 6 മാസം വരെ ഇത് കുറിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോഴും വേണ്ട, ഇത്രയും വലിയതായിട്ട് പോലും അത് പൂവായിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ചീരയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ചീര കക്കിരി നടുന്നതോടൊപ്പം തന്നെ ചീര നട്ടേക്കണതാണ്. അപ്പോൾ ചീര പറിച്ച് മാറ്റുമ്പോഴാണ് കക്കിരി മുഴുവൻ വളർച്ചയാവുക. ആ രീതിയിലാണ്. അപ്പോൾ തുടക്കത്തിൽ ചിലവ് കാര്യങ്ങളൊക്കെ നമുക്ക് ചീരയിൽ നിന്ന് കിട്ടും. ആ രീതിയിലുള്ളൊരു സംവിധാനം നമ്മൾ ഈ പാടത്ത് ചെയ്തിട്ടുണ്ട്. തക്കാളിയൊക്കെ പാകാവുന്നുള്ളൂ. എടുത്തേക്കോ. പയറ്, CO1 എന്ന് പറഞ്ഞൊരു ഇനമാണ്. നാട്ടിൽ സാധാരണയായിട്ട് എല്ലാവരും എടുത്തുണ്ടാകുന്ന ഒരു ചീരയാണ്. ഇതിൻ്റെ വെച്ചാൽ നല്ലോണം കുറേ നാൾ നമുക്കിതിങ്ങനെ ഒടിച്ച് എടുക്കാം, ഉപയോഗിക്കാം. പിന്നെ ഒടിച്ചൊടിച്ച് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. എല്ലാവർക്കും അത് ഇഷ്ടമുള്ള ഒരു ചീരയാണ്. പിന്നൊരു വെറൈറ്റി ചീരയാണ് ഇത്. ഈ ചീരയുടെ പേര് സുന്ദരി ചീര എന്നാണ് ഇതിൻ്റെ പേര്. ചീര ഇടാ, ഇതാണ് ഈ ചീരയുടെ പ്രത്യേകത. ഇത് തണ്ട് റോസും പച്ചലയാണ്. അത് വളരെ ബ്രാഞ്ച് കണ്ട 1 കിലോ ഉണ്ട് ഈ ചീര. 1 കിലോ മേലെ വരും ഇത്. അതിൻ്റെ പൂവില്ല. ഒരു 3-4 മാസമൊക്കെ ആയാലും അതിനെ ഒരു പൂവായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിത്ത് എൻ്റെ സ്വന്തമായിട്ട് ഉള്ളതാണ്. ഇത് കുട്ടികൾ പൊട്ടുവളരുടെ കുഞ്ഞ് പിഞ്ച് കക്കിരി എന്ന് പറയും. അതിന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അവർ എറിയുന്നതാണ്. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ചെറുതാണ്, വലുതായിട്ടില്ല. കൈതച്ചക്ക,
ഇത് വഴുതന, ഇത് ഇഞ്ചി, മഞ്ഞളും കൂടി ഉണ്ട് കേട്ടോ.